എന്നുള്ളത് പൂനെയിലാണ്. പൂനെയിൽ മെഴ്സിഡീസ് ബെൻസിൻ്റെ ചാക്കൻ പ്ലാന്റിലാണ്. ഈ ചാക്കൻ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിപ്പോൾ റോഡിൽ കാണുന്ന ഒരുവിധപ്പെട്ട എല്ലാ മെഴ്സിഡീസ് വാഹനങ്ങളും ഉണ്ടാക്കുന്നത് ഈ പ്ലാന്റിൽ വെച്ചാണ്, ചാക്കനിലുള്ളത്. എസ്പെഷ്യലി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മെഴ്സിഡീസ് ബെൻസുകളെല്ലാം. ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലൈനപ്പ് നമുക്ക് മെഴ്സിഡീസിൻ്റെ ഇപ്പോഴുള്ള എല്ലാ സെഡാൻ മോഡൽസിൻ്റെയും ലൈനപ്പ് ഇവിടെ കാണാം. എ ക്ലാസ് ഉണ്ട്, സി ക്ലാസ് ഉണ്ട്, ഇ ഉണ്ട്, അതുപോലെ ഫ്ലാഗ്ഷിപ്പ് മോഡൽ നമ്മളെല്ലാവരും പറയുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന എസ് ക്ലാസ്സും ഉണ്ട്. ഇന്ന് ഞാൻ ഈ ചാക്കൻ പ്ലാന്റിൽ വന്നിരിക്കുന്നത് ഈ എസ് ക്ലാസിൻ്റെ അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് എന്ന് പറയുന്ന എസ് ക്ലാസിൻ്റെയും ഫ്ലാഗ്ഷിപ്പ് മോഡലായ മേബാക്കിൻ്റെ പുതിയ S580യും മേബാക്കിൻ്റെ S680യും ലോഞ്ച് ചെയ്യാനാണ്. അതിൽ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ളത് മെഴ്സിഡീസ് മേബാക്ക് S580 ആണ്. ഇതാണ് ആ വാഹനം ഇന്ന് ലോഞ്ച് ചെയ്ത്. അതിൻ്റെ കൂടെ S680യും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെയ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന, ഈ പ്ലാന്റിൽ നിർമ്മിക്കുന്ന മേബാക്ക് ആണ് ഈ S580 എന്ന് പറയുന്നത്. ഇതിൻ്റെ വിശേഷങ്ങൾ ഇന്ന് നമുക്ക് ഈ ചാനലിൽ കാണാം. മെഴ്സിഡീസ് മേബാക്ക് S580, ഇതാണ് ആ വാഹനം. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന S580 ആണിത്. S680 ഉണ്ട്, അത് CBO ആയിട്ടാണ്. അതിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങൾ 680യിലേക്ക് വരുമ്പോഴുണ്ട്. അത് ഞാൻ ഇത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാം. എന്താണെങ്കിലും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ളത് മെഴ്സിഡീസിൻ്റെ മേബാക്ക് S580 ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എസ് ക്ലാസ് ആണ്. നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ മെഴ്സിഡീസിൻ്റെ ലൈനപ്പിലുള്ളത്. ഈ എസ് ക്ലാസ്സിലും ഉള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് നമുക്ക് മേബാക്ക് തരും. അതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത. ഫ്രണ്ട് ഗ്രില്ല് നമുക്ക് നോക്കാം. എസ് ക്ലാസിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സും അല്ലെങ്കിൽ എസ് ക്ലാസുമായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരുപോലെ ഇരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ വ്യത്യസ്തപ്പെടുത്തുന്ന അല്ലെങ്കിൽ വ്യത്യാസം ഉള്ള ഒരുപാട് കാര്യങ്ങളുമുണ്ട്. അതിൽ മെയിനായിട്ടുള്ള വരുന്ന കാഴ്ചയിൽ വരുന്നത് ഇതിൻ്റെ ഗ്രില്ല് തന്നെയാണ്. മേബാക്കിൻ്റെ ഒരു തനതായ ഗ്രില്ലാണ് ഈ ഒരു ഗ്രില്ല്. അതിൻ്റെ സെയിം സൈസും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ എസ് ക്ലാസിൻ്റെ സെയിം സൈസാണ്. പക്ഷേ അതിൻ്റെ കംപ്ലീറ്റ് ക്രോമും അതുപോലെ അതിൻ്റെ സ്ലാറ്റ്സും എല്ലാം അത് മേബാക്കിൻ്റെ ആണ്. അത് മേബാക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ മേബാക്കിൻ്റെ ഒരു ബാഡ്ജിങ്ങും എഴുത്തും എല്ലാം അവിടെ ഉണ്ട്. അതുപോലെ കംപ്ലീറ്റ് അതിൻ്റെ ബമ്പർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇതിൽ വരുന്ന ഈ ഒരു ക്രോമിൽ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷാണ് വന്നിരിക്കുന്നത്. ഇനി S680യിലേക്ക് വരുമ്പോൾ ഗ്രില്ലെല്ലാം ഏകദേശം സെയിം തന്നെ. പക്ഷേ ഈ ഒരു ബമ്പറിൻ്റെ ഈ ഒരു ബ്ലാക്കിന് പകരം അവിടെ ക്രോം ആയിരിക്കും. അതാണ് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു വ്യത്യാസം. പിന്നെയുള്ള ഇതിൻ്റെ ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റ് എസ് ക്ലാസ്സിൽ കാണുന്ന സെയിം ഹെഡ്ലൈറ്റാണ്. അതുപോലെ തന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത 3 യൂണിറ്റ്സ് ആണ് ഹെഡ്ലൈറ്റ്. വെരി പവർഫുൾ, മെഴ്സിഡീസ് തന്നെ വിളിക്കുന്നത് ഡിജിറ്റൽ ലൈറ്റ്സ് എന്നാണ്. അതിൽ ഈ ഓരോ യൂണിറ്റിലും ഏകദേശം 1.3 മില്യൺ മിറർ റിഫ്ലക്റ്റേഴ്സ് അല്ലെങ്കിൽ മിററിൻ്റെ ഒരു റിഫ്ലക്ഷൻ വരുന്നത് 1.3 മൈക്രോ മിറേഴ്സ് ഉണ്ട്. ചെറിയ 1.3 മൈക്രോ മിറേഴ്സ് ഉണ്ട് ഈ ഒരു 3 യൂണിറ്റ്സും കൂടെ കൂടിയിട്ട്. 2 സൈഡും കൂടെ കൂടി ഏകദേശം 2.6 മില്യൺ മൈക്രോ മിറേഴ്സാണ് ഇതിനകത്തുള്ളത്. സോ അത്രയും റിഫ്ലക്ഷൻ ആ ഒരു ഹെഡ്ലൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ് പറയുന്നത്. എന്താണെങ്കിലും ഇത് തന്നെയാണ് എസ് ക്ലാസ്സിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ വരുന്ന എസ് ക്ലാസ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരുന്ന അല്ലെങ്കിൽ മേബാക്കിൻ്റെ തന്നെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഈ നടുക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബാഡ്ജിങ് നമുക്ക് എല്ലാവർക്കും അറിയാം, 3 പോയിൻറ്റ് സ്റ്റാർ. ഇത് ആണ് എല്ലാവരെയും കൊതിപ്പിക്കുന്നത്. അതിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ബോണറ്റിൽ റൺ ത്രൂ ചെയ്യുന്ന ഒരു സ്ട്രിപ്പ് അതിനകത്തുണ്ട്, ഒരു ക്രോം സ്ട്രിപ്സ്. അത് മേബാക്കിൽ മാത്രം വരുന്നതാണ്. സോ അതാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ മേബാക്കിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് സൈഡിലേക്ക് വരാം. മേബാക്കിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ആദ്യമേ നമുക്ക് ഇതിൻ്റെ വീൽസ് തന്നെ നോക്കാം. വളരെ ഭംഗിയുള്ള മേബാക്ക് വീൽസ് ആണ്, മേബാക്ക് അലോയ് വീൽസ് ആണ് വരുന്നത്. ഇത് മേബാക്കിൻ്റെ തന്നെ വീൽസ് ആണ്. എസ് ക്ലാസ്സിൽ ഇതേ അല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ 19 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. മേബാക്ക് S580യിലും S680യിലും ഈ സെയിം വീൽ സൈസ് 19 ഇഞ്ചാണ് വരുന്നത്. എന്നാൽ S680യിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ 20 ഇഞ്ചിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. എന്താണെങ്കിൽ ഇതിൽ വരുന്നത് 19 ഇഞ്ച് അല്ലെങ്കിൽ 580യിൽ S580യിൽ വരുന്നത് 19 ഇഞ്ച് തന്നെയാണ്. വളരെ ഭംഗിയുള്ള അലോയാണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ലെങ്ത്തിലാണ് പിന്നെ വ്യത്യാസം വന്നിരിക്കുന്നത്. എസ് ക്ലാസിനേക്കാൾ ഏകദേശം 180 മില്ലിമീറ്റർ കൂടുതൽ വന്നിട്ടുണ്ട് ലെങ്ത്തിൽ. വീൽ ബേസ് നോക്കുമ്പോൾ അത് വീൽ ബേസിന് എടുത്തു പറയാനുള്ള ഒരു കാര്യം, വീൽ ബേസ് കൂടിയതനുസരിച്ച് ഇൻസൈഡ് അല്ലെങ്കിൽ അകത്ത് അതിൻ്റെ സ്പേസും കൂടി കാണും. സാധാരണ ലെങ്ത്ത് കൂടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓവർ ഹാങ്സിലാണ് കൂടുതൽ വരിക. ബാക്കിലേക്ക് ബൂട്ടിൽ ഇച്ചിരി നീട്ടം കൂട്ടി അല്ലെങ്കിൽ ബോണറ്റ് സൈഡിലേക്ക് ഇച്ചിരി നീട്ടം കൂട്ടി. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല, കംപ്ലീറ്റ് വീൽ ബേസിൽ ആണ് ലെങ്ത്ത് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയറിൽ അല്ലെങ്കിൽ അകത്തെ സ്പേസ് ഡെഫിനറ്റായിട്ടും കൂടിയിട്ടുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞ പോലെ എസ് ക്ലാസിനേക്കാൾ കുറച്ചും കൂടി ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് മേബാക്ക് എന്ന് പറയുന്നത്. എന്താണെങ്കിലും
സോ ലെങ്ത്തിലും കൂടുതൽ വന്നിട്ടുണ്ട്. അതുപോലെ ഹാൻഡിൽസ് ആണെങ്കിൽ ഫ്ലഷ് ഹാൻഡിൽസ് ആണ് വരുന്നത്, പോപ്പ് ഔട്ട് ഹാൻഡിൽസ് ആണ് വരുന്നത്, സെൻസറുണ്ട്. അതുപോലെ അതിനകത്ത് സൺറൂഫ് നമുക്ക് കാണാൻ പറ്റും, സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരുപാട് ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട്. സോ ക്രോം ഫിനിഷ് എന്നൊക്കെ പറയുന്നത് ഇതിനെ ശരിക്കും കുറച്ച് കാണിക്കുന്ന പോലെയാണ്. ഒരു കംപ്ലീറ്റ് ലക്ഷറി ആണ് ഈ ഒരു മേബാക്ക് എന്ന് പറയുന്ന മോഡൽ. സോ അതാണ് സൈഡ് പ്രൊഫൈലിൽ മേബാക്ക് ആണ്, അല്ലെങ്കിൽ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മേബാക്ക് ആണെന്ന് തിരിച്ചറിയാനായിട്ട് അതിൻ്റെ ആവശ്യമില്ല, എന്നാൽ പോലും തിരിച്ചറിയാനായിട്ട് മേബാക്കിൻ്റെ തന്നെ ഒരു ബാഡ്ജിങ് ഈ സൈഡിൽ സി പില്ലറിൽ നൽകിയിട്ടുണ്ട്. സോ അതൊക്കെയാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ. റിയറിലേക്ക് വരുമ്പോൾ അഗൈൻ ലോട്ട് ഓഫ് ക്രോം, ഒരുപാട് ക്രോം വാഹനത്തിന് ചുറ്റും അല്ലെങ്കിൽ ബാക്ക് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന പോലെ ക്രോം കൊടുത്തിട്ടുണ്ട്. മേബാക്കിൻ്റെ ബാഡ്ജിങ് S580 താഴെ ക്രോം കൊടുത്തിട്ടുണ്ട്. ബമ്പറിൽ കംപ്ലീറ്റ് ക്രോം ഫിനിഷ് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും ടെയിൽ ലാമ്പ് ആണെങ്കിലും ഒരുപാട് ഭംഗിയായിട്ട് കംപ്ലീറ്റ് വളരെ സൈസിൽ ഒരു സ്വെഫ്റ്റ് ബാക്ക് ഡിസൈനിൽ തന്നെ ബാക്കിൽ ടെയിൽ ലാമ്പും വന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് മേബാക്കിൻ്റെ ലുക്സിൽ വരുന്നത്. പുതിയ മെർസിഡീസ് മേബാക്ക് 580യുടെ ലുക്സാണിത്. 680യുമായിട്ട് ഔട്ട്സൈഡ് ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിലെ ആ ഒരു കുറച്ച് ക്രോം കൂടിയിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ്. പിന്നെ അലോയുടെ വ്യത്യാസവുമാണ്. പിന്നെ പെയിൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരുപാട് വാല്യൂ കൊടുത്തിട്ടാണ് അങ്ങനെ പെയിൻറ്റിങ് പോലും ചെയ്യുന്നതെന്നാണ് മെർസിഡീസ് അവകാശപ്പെടുന്നത്. എന്താണെങ്കിലും ഇതാണ് പുതിയ മേബാക്ക് S580യുടെയും S680യുടെയും എക്സ്റ്റീരിയറിൻ്റെ വിശേഷം. ഇനി ഇൻറ്റീരിയറിലേക്ക് പോകാം. ഇൻറ്റീരിയർ എനിക്ക് തോന്നുന്ന ഒരു ഫസ്റ്റ് ക്ലാസ് ഫ്ലൈറ്റിലിരിക്കുന്ന ഫീലാണ് ഇൻറ്റീരിയർ വന്നിരിക്കുന്നത്. എല്ലാവിധ കംഫർട്ടും ഉണ്ട്. ഒരു റോയൽ ഫീലാണ് ഇൻറ്റീരിയറിൽ. നമുക്കിനി അത് കാണാം. അൾട്ടിമേറ്റ് ലക്ഷറി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. മെർസിഡീസ് മേബാക്കിൻ്റെ S580യുടെ ബാക്ക് സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സീറ്റിൽ ഒരുപാട് നമ്മളെ പാമ്പർ ചെയ്ത് അങ്ങ് സുഖിപ്പിച്ച് നശിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് സോ മച്ച് കംഫർട്ട്. ഇതിൻ്റെ ഡോറ് തൊട്ട് നമുക്ക് തുറക്കാം. ഡോറ് വലിയ ഡോറാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ലെങ്ത്ത് ഏകദേശം 5.7 മീറ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് വീൽ ബേസ് തന്നെ എസ് ക്ലാസ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വീൽ ബേസ് തന്നെ 180 മില്ലിമീറ്ററോളം വീൽ ബേസ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്പേസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അതിൽ ഈ ഡോറ് തുറക്കാനും അടയ്ക്കാനും 4 വഴികളുണ്ട്. ഒന്ന് ഇതിനകത്ത് റോയൽ വേവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആങ്ങി വലിഞ്ഞൊന്നും അടയ്ക്കേണ്ട കാര്യമില്ല. കാരണം ഡോറ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആ സ്പേസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു കൈ കൊണ്ട് വേവ് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ അടയും. അതുകൂടാതെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് പ്രസ് ചെയ്താൽ ഡോർ അടയുകയും തുറക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം ഒരു സാധാരണഗതിയിൽ ഇങ്ങനെ ഷോഫർ ഡ്രൈവറൊക്കെയാണ്, മുതലാളിയാണ് പുറകിലിരിക്കണമെങ്കിൽ ഡ്രൈവർ ഇറങ്ങി ഒന്ന് തുറക്കുകയോ അടയ്ക്കുകയൊക്കെ ചെയ്യണം. അതിന് പകരം ഡ്രൈവർക്ക് അവിടെ ഇരുന്ന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും, തുറക്കാനും അടയ്ക്കാനും പറ്റും. പിന്നെ അതുകൂടാതെ ഹാൻഡിൽ നമുക്ക് തുറക്കാം. അങ്ങനെ 4 ഡിഫറെൻറ്റ് വേസ് ടു ഓപ്പൺ ദ ഡോർ ആൻഡ് ക്ലോസ് ദ ഡോർ. അതാണ് പറയുന്നത്. പിന്നെ ഉള്ളത്, നമ്മൾ ഡോർ അടച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സീറ്റ് ബെൽറ്റ് നമുക്ക് പോപ്പപ്പ് ചെയ്ത് നമുക്ക് ഇടാനായിട്ട് എളുപ്പത്തിന് വരും. അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ടാബ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ടാബ് വെച്ചിട്ടില്ല, അത് കംപ്ലീറ്റ് കവർ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ടാബ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ 4 സീറ്റും വെന്റിലേറ്റഡ് കൂളിംഗ് സീറ്റ്സ് ആണ് വരുന്നത്. അതിൽ 5 സീറ്റുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെൻറ്റർ സീറ്റും കൂടി കൂടിയിട്ട് നമുക്ക് S580 മെർസിഡീസ് മേബാക്ക് S580 നമുക്ക് 5 പേർക്ക് വേണമെങ്കിൽ ഇന്ന് ട്രാവൽ ചെയ്യാം. പക്ഷേ 680ലേക്ക് വരുമ്പോൾ 4 പേർക്കാണ് ഇരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ നടുക്കിരിക്കുന്ന ആൾക്ക് വലിയ കംഫർട്ടബിൾ ഒന്നും ആയിരിക്കില്ല. അതുകൊണ്ടായിരിക്കും. എന്താണെങ്കിലും ഇതിനകത്തും കഷ്ടപ്പെട്ട് നടുക്കിരിക്കേണ്ട ആളിരിക്കേണ്ട. ഇത്രയൊക്കെ പൈസ മേടിച്ചിട്ട് 4 പേര് ഇരുന്നാൽ പോരെ. എന്താണെങ്കിലും ഭയങ്കര കംഫർട്ടബിളാണ്. ഈ 4 സീറ്റും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. അതുമാത്രമല്ല, എല്ലാ സീറ്റിലും മസാജിങ്ങും ഉണ്ട്. ബാക്കിൽ എല്ലാ രീതിയിലും മസാജിങ് കിട്ടും. നമുക്ക് ഇതങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാലൊക്കെ പൊക്കി വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കാഫ് മസിൽ തൊട്ട് നമ്മുടെ തൈസ്, ലംബാർ എല്ലാം ഫുൾ ബോഡി നമുക്കിതിനകത്ത് മസാജ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ കംപ്ലീറ്റ് സ്ക്രീൻ ഇതിനകത്തുണ്ട്. സ്ക്രീനിൽ OTT അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വൈഫൈ വെച്ച് കണക്ട് ചെയ്താൽ കിട്ടും. ക്ലൈമറ്റ് കൺട്രോൾ, വലിയ സൺറൂഫ് ഇതിനകത്ത് ഇല്ലാത്തതൊന്നുമില്ല. എങ്ങനെയൊക്കെ നമുക്ക് സുഖമായിട്ടിരിക്കണം. അത് ഫസ്റ്റ് ക്ലാസ് ഫ്ലൈറ്റിൽ എങ്ങനെ ഇരിക്കാൻ പറ്റും, അങ്ങനെ എല്ലാം നമുക്ക് ഇരിക്കാൻ പറ്റും. പാമ്പർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത്രയും പാമ്പേർഡ് ആകാൻ പറ്റുന്ന ഒരു സ്പേസ് എനിക്ക് തോന്നുന്നു ഓട്ടോമൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്താണെങ്കിലും ഇതാണ് മേബാക്കിൻ്റെ ബാക്ക് സീറ്റ്. ഇനി ഡ്രൈവർ സീറ്റിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പോകാം. അതിൻ്റെ ക്ലസ്റ്റേഴ്സും അതുപോലെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് കാണാം. എന്താണെങ്കിലും ബാക്ക് സീറ്റ് ഭയങ്കര കംഫർട്ടബിളാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഇതിൻ്റെ വിലയും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. മെർസിഡീസ് മേബാക്ക് S580, അതായത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്ന CKD മോഡലിൻ്റെ വില വരുന്നത് 2.5 crores ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് എക്സ്ഷോറൂം. അതുപോലെ മെർസിഡീസ് ബെൻസ് മേബാക്ക് S680, അതായത് അതിൻ്റെ CBU മോഡൽ പുറത്തുണ്ടാക്കുന്ന മോഡലിൻ്റെ ഇമ്പോർട്ട് ചെയ്യുന്ന മോഡലിൻ്റെ വില വരുന്നത് 3.2 crores ആണ്.
പിന്നെ ഇതിനകത്തുള്ള മറ്റൊരു പ്രത്യേകത, നമ്മളുടെ ഓരോ മൂവ്മെൻറ്റ്സും ഒരു 3 ലേസർ ക്യാമറ വെച്ച് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ചാടിപ്പോയി അത് എടുക്കാനാണെങ്കിൽ ആ സൈഡിലെ ലൈറ്റ് കത്തും. അങ്ങനെയുള്ള ഓരോ ആവശ്യങ്ങളനുസരിച്ച് ഈ ക്യാമറ അത് ക്യാപ്ചർ ചെയ്തിട്ട് നമ്മുടെ ആവശ്യങ്ങളനുസരിച്ച് ആ ലൈറ്റോ അല്ലെങ്കിൽ എന്താണെങ്കിലും അത് നമുക്ക് നൽകുന്നതാണ് ആ ഒരു ക്യാമറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ബോസ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ഫ്രണ്ടിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ ഒരു ഷോഫർ ഡ്രൈവർ അല്ലെങ്കിൽ ഡ്രൈവറാണ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് സീറ്റ് ഫ്രണ്ടിലോട്ട് മാറി നമുക്ക് കാലൊക്കെ നീട്ടി വെച്ച് ഫുൾ സ്ട്രെച്ച് ചെയ്ത് ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഡെഫിനറ്റ് ആയിട്ടും ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡ്രൈവോട് കൂടിയിട്ടുള്ളൊരു കംപ്ലീറ്റ് ഫീച്ചേഴ്സ് കാണിച്ചുള്ള റിവ്യൂ നിങ്ങൾക്ക് ഉടനെ ഉണ്ടാവും. എന്താണെങ്കിൽ നമുക്ക് നേരെ ഡ്രൈവർ സീറ്റിലേക്ക് പോകാം. അതെന്തിനാണ് ഞാൻ ആദ്യം ഇവിടെ ഇരുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇവിടുന്ന് എണീക്കാൻ ഒരു മനസ്സുമില്ല. ഇതായിരുന്നു ആദ്യമേ നിങ്ങളെ കാണിക്കേണ്ടത്. എന്താണെങ്കിലും ഡ്രൈവർ സീറ്റിൻ്റെ നോക്കാം, അതുപോലെ എഞ്ചിൻ്റെ നോക്കാം, എന്താണ് ഇതിൻ്റെ പവർ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡ്രൈവറിൻ്റെ അല്ലെങ്കിൽ ഓടിക്കുന്ന ഒരാളുടെ എന്താണ് കംഫർട്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കിനി കാണാം. ഒരു ഡ്രൈവറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഓടിക്കുന്ന ആളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഒട്ടും കംഫർട്ടിന് ഒരു കുറവും ഇവിടെയും ഫീൽ ചെയ്യത്തില്ല. കാരണം എസ് ക്ലാസിൻ്റെ സെയിം തന്നെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജും അതിൻ്റെ തീംസും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തന്നെ എസ് ക്ലാസിൻ്റെ തന്നെയാണ്. MBUX-ഉം എല്ലാം എസ് ക്ലാസ്സിലുള്ള പോലെയാണ്. വ്യത്യാസം വരുന്നത് ഇതിനകത്ത് കുറച്ച് കൂടുതൽ കംഫർട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പെർഫ്യൂം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പെർഫ്യൂംസ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എനർജൈസിങ് പാക്കേജസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. 360-degree ക്യാമറ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു ആക്റ്റീവ് പാർക്കിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഒരു 3D ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അല്ല വരുന്നത്. 680 അല്ലെങ്കിൽ S680 വരുമ്പോൾ ഒരു ഓപ്ഷണലായിട്ട് നമുക്ക് 3D ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമുക്ക് വേണമെങ്കിൽ ലഭിക്കുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ബാക്കി എല്ലാം തന്നെ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ എസ് ക്ലാസിൻ്റെ പോലെ തന്നെയാണ്. നാപ്പ ലെതറാണ് വരുന്നത്. ഫ്രണ്ടിലും വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട്, മസാജും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാ രീതിയിലും ഒരു കംഫർട്ടബിൾ സോൺ തന്നെയാണ്. മെർസിഡീസിൽ സാധാരണ കാണാറുള്ളത് പോലെ ബർമിസ്റ്ററിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്, സ്പീക്കേഴ്സാണ് വരുന്നത്. ഇതിലുള്ള പ്രത്യേകത അല്ലെങ്കിൽ മേബാക്കിലേക്ക് വന്നപ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 38 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. 30 സ്പീക്കേഴ്സും 8 റെസൊനേറ്റേഴ്സുമാണ്. ഈ റെസൊനേറ്റേഴ്സ് ഇരിക്കുന്നത് സീറ്റിൻ്റെ അടിയിലൊക്കെയാണ്. പക്ഷേ സീറ്റിൻ്റെ അടിയിൽ ഈ റെസൊനേറ്റേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ആ ഒരു ഫീല് പക്ഷേ പുറത്തേക്കോ അല്ലെങ്കിൽ അതിൻ്റെ വാഹനത്തിന് പുറത്തേക്കോ ഒന്നും പോലെ വെൽ ഇൻസുലേറ്റഡ് ആണ്. സോ ഏകദേശം 38 സ്പീക്കേഴ്സ് നമുക്കിപ്പോൾ ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ പെഡൽസ് ആണ്. ഈ പെഡലിൽ എനിക്ക് ചവിട്ടാനേ തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ കാലൊക്കെ പൊക്കി വെച്ചിരിക്കുന്നത്. പെഡലിൽ മേബാക്കിൻ്റെ ബാഡ്ജിങ് ഹാൻഡ് ബിൽഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഭംഗിയാണ്. എങ്ങനെ ആളുകൾ അതിനകത്ത് ചവിട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബ്രേക്ക് പെഡലും ആക്സിലേറ്റർ പെഡലും മേബാക്കിൻ്റെ എംബ്ലവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട്. നമ്മളുടെ മൂഡ് അനുസരിച്ച് ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട്. അതുപോലെ ഈ ആംബിയൻ ലൈറ്റിംഗിൽ ഏകദേശം 253 LED ലൈറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ ഇപ്പോൾ പുറത്തൊക്കെ ഇതിൻ്റെ ഈ മേബാക്കിന് ഓട്ടോണമസ് ലെവൽ 3 അപ്രൂവ്ഡ് ആയി. ഇന്ത്യയിൽ ലെവൽ 2 ഓട്ടോണമസ് അപ്രൂവലായ ഏക കമ്പനി, ലെവൽ 2 ഓട്ടോണമസ് അപ്രൂവായ ഏക വാഹനം അല്ലെങ്കിൽ കമ്പനി എന്ന് പറയുന്നത് മെർസിഡീസിൻ്റെ ഈ മേബാക്ക് S580 ആണ്. സോ അതും ഒരു വലിയ കാര്യമായിട്ടാണ് മെർസിഡീസ് കാണുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയാണ് കാണുന്നത്. ലെവൽ 2 അപ്രൂവ്ഡ് ആണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൽ വരുന്ന എൻജിൻ ഒരു V8 എഞ്ചിനാണ് വരുന്നത്. V8 എഞ്ചിനിൽ വരുന്ന പവർ എന്ന് പറയുന്നത് 503 HP പവറാണ് വരുന്നത്. 700 Nm ടോർക്ക് ഉണ്ട്. ഗംഭീര പവറാണ്. ഓടിച്ചു നടക്കാൻ ഭയങ്കര രസമായിരിക്കും. എന്താണെങ്കിലും അതാണ് പവർ. അത് 0 to 100 എത്താനായിട്ട് എടുക്കുന്നത് വെറും 4.8 സെക്കൻഡ്സ് മാത്രമാണ്. സോ ഇതിൻ്റെ ഡ്രൈവിന് വേണ്ടി ഐ എം ലൈക്ക് ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബാക്കി ഇതിനെപ്പറ്റി കുറച്ചും കൂടി ആധികാരികമായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി വലുതാക്കി കുറച്ചും കൂടെ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ചെറിയ കാര്യങ്ങൾ പോലും എൻ്റെ ഡ്രൈവിൻ്റെ കംഫർട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ കംഫർട്ടിനൊന്നും ഒരു കുറവുണ്ടാകാൻ വഴിയില്ല. എന്താണെങ്കിലും ഡ്രൈവിൻ്റെ കൂടെ ആ ഒരു കംപ്ലീറ്റ് റിവ്യൂ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഡ്രൈവിൻ്റെ സമയത്ത് ഈ ഒരു ലക്ഷറി എപ്പിസോഡ് അല്ലെങ്കിൽ ലക്ഷറിയുടെ അൾട്ടിമേറ്റ് എപ്പിസോഡ് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.